കൃത്യമായ ആക്രമണം 9 സ്ഥലങ്ങളിൽ സ്ട്രൈക്ക് 1ഉം 2ഉം നടന്ന മുസാഫറാബാദ് ഏറ്റവും മുകളിൽ കാണാം. അവിടെ വലിയ നാശമുണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ട്രൈക്ക് മൂന്നാമത് സ്ട്രൈക്ക് നടന്ന ഭവൽപൂർ ഏറ്റവും ഒടുവിൽ കിടക്കുന്ന പ്രേക്ഷകർ കാണാം. ഭവൽപൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെ സ്ട്രോങ് ഹോൾഡാണ് എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. സ്ട്രൈക്ക് 4 നടന്ന കോട്ട്ലി പ്രേക്ഷകർ കാണുന്നു. സ്ട്രൈക്ക് 5 നടന്ന ചക്കമ്രു, 6ാമത്തെ അടി നടന്ന ഗുൽപൂർ, 7ാമത്തെ അടി നടന്ന ഭീംബർ, 8ാമത്തെ അടി നടന്ന മുറിഡ്കെ. ലഷ്കർ ഇ തോയ്ബയുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ് മുറിഡ്കെ. അവിടെ ഈ ലഷ്കർ ഇ തോയ്ബയുടെ ബേസ് ക്യാമ്പ് അടക്കമുള്ള സ്ഥലം ആണ് മുറിഡ്കെ. അതാണ് 9 സ്ഥലങ്ങൾ പ്രേക്ഷകർ ആ മാപ്പിൽ കാണുകയാണ്. കൃത്യമായും ക്ലിയർ എയർ സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ രാജ്യത്തിൻ്റെ വ്യോമ സേനാ മേധാവിത്വം പ്രകടമായ 9 ആക്രമണങ്ങളാണെന്ന് പറയാനുള്ള കാരണം അടിക്കാൻ വരുന്നു, ഇന്നടിക്കാൻ വരുന്നു, നാളെ അടിക്കാൻ വരുന്നു, അടുത്ത മണിക്കൂർ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ഏതെങ്കിലും പാക് മാധ്യമങ്ങളിലല്ല, പാക് വിദേശകാര്യമന്ത്രി അടക്കം രാത്രി 2 മണിക്ക് അസാധാരണ വാർത്താ സമ്മേളനം നടത്തി 2 മണിക്കൂറിനുള്ളിൽ 24 മുതൽ 36 മണിക്കൂർ വരെ അടി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് അപ്പോൾ അവർ അത്രത്തോളം ജാഗരൂകരായിരുന്നിരിക്കണം, അത്രത്തോളം ജാഗ്രതയിലുണ്ടായിരുന്നിരിക്കണം. അവർ ആ ജാഗ്രതയിൽ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന എണ്ണം പറഞ്ഞ ഭീകരവാദികൾ അടയിരിക്കുന്ന ഭീകരവാദികൾ ദീർഘനാളായി അവരുടെ സ്ഥാപനങ്ങളിട്ട് ഇന്ത്യയിലേക്കുള്ള ആക്രമണത്തിന് ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്ന 9 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇതിൻ്റെ ടാർഗറ്റ് ആക്കില്ല എന്ന് പാകിസ്ഥാൻ കരുതാതിരിക്കില്ല. അവിടെയൊക്കെ ഈ പറയുന്ന മസൂദ് അസറിനെ ജയിലിൽ നിന്ന് ലാഹോറിലുള്ള അയാളുടെ വീട്ടിലേക്ക് മാറ്റി അവിടെ ഒളിവിടം ഒരുക്കിയതുപോലെ പാകിസ്ഥാൻ സ്പെഷ്യൽ സർവീസ് ഏജൻസിൻ്റെ മുൻ കമാൻഡോസ് അയാൾക്ക് അവിടെ പ്രത്യേക സുരക്ഷ തീർത്തതുപോലെ ഇവിടങ്ങളിലൊക്കെ പാകിസ്ഥാൻ സുരക്ഷ തീർക്കാതിരുന്നിരിക്കില്ല. എന്തായാലും ആ സുരക്ഷയൊക്കെ മറികടന്നുകൊണ്ട് അവരുടെ ഈ പറഞ്ഞ എയർ ഡിഫൻസിനെ പൂർണ്ണമായി തകർത്തുകൊണ്ട് വ്യോമ പ്രതിരോധത്തെ പൂർണ്ണമായി പരിഹാസമാക്കിക്കൊണ്ട് വലിയ ജാഗ്രതയിൽ നിൽക്കുന്ന സമയത്ത് കൃത്യമായി 9 സ്ഥലങ്ങളിൽ എണ്ണിയെടുത്ത 9 സ്ഥലങ്ങളിൽ ഇന്ത്യക്ക് ഈ 9 സ്ഥലങ്ങൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് പറയാനുള്ള കൃത്യമായ കാരണങ്ങളുണ്ട്. എണ്ണിയെടുത്ത 9 സ്ഥലങ്ങളിൽ പോയി കൃത്യമായ ടാർഗറ്റുകളിൽ ആക്രമിക്കുകയും ഏതെങ്കിലും തരത്തിൽ ഇപ്പം നോൺ എസ്കലേറ്ററി എന്ന് പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറയാനുള്ള കാരണം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ തുടരാക്രമണത്തിന് പ്രേരകമാകുന്ന ഏതെങ്കിലും സൈനിക കേന്ദ്രങ്ങളിലോ ഏതെങ്കിലും ജനവാസ മേഖലകളിലോ ഒന്നും ആക്രമണം ഉണ്ടായിട്ടുള്ളത് കൃത്യമായി ഭീകരവാദ കേന്ദ്രങ്ങളിൽ മാത്രമാണ്. ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായി രാജ്യത്തിനെതിരെ ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മേഖലകളാണ്. ഏറ്റവും പ്രധാനം ഈ പറയുന്ന മുസാഫറാബാദിൽ അത് കൃത്യമായി ടെറർ ക്ലസ്റ്ററുകൾ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ നുഴഞ്ഞുകയറ്റക്കാർക്ക് തമ്പടിക്കുന്ന സ്ഥലമാണ്. 100 കണക്കിന് നുഴഞ്ഞുകയറ്റക്കാർ തമ്പടിച്ചുകൊണ്ട് പാക് സേനയുടെ അനുവാദത്തോടും അറിവോടും കൂടി ഇങ്ങോട്ടേക്ക് വരികയും ഈ പറയുന്ന റെസിസ്റ്റന്റ് ഫ്രണ്ട് പോലെയുള്ള നിഴൽ സംഘടന ഉണ്ടാക്കുകയും ലഷ്കർ ഇ തോയ്ബ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കൃത്യമായ സ്ഥലമാണ് ഈ മുസാഫറാബാദിലെ ഈ പറയുന്ന കേന്ദ്രങ്ങൾ. അവിടെ അടക്കമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കുന്നത് രാജ്യത്തിൻ്റെ വ്യക്തമായ ശക്തമായ സുശക്തമായ വ്യോമ മേധാവിത്വം എയർ സുപ്പീരിയോറിറ്റിയാണ്. ബൽറാം നിങ്ങൾ തുടരുന്നുണ്ട്. ബൽറാം, അറിയാനുള്ളത് പാകിസ്ഥാൻ്റെ റിറ്റാലിയേഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് അവർക്ക് ഗുണകരമാവില്ല. 2 മണിക്കൂർ മുൻപ് അവരുടെ ഈ പറഞ്ഞ അത്താഉള്ള തരാർ വാപോയ കോടാലി കണക്ക് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന അത്താഉള്ള തരാർ പറയുന്നത് പാകിസ്ഥാൻ ഹാസ് എവരി റൈറ്റ് ടു ഡിഫെൻഡ് എന്നാണ് അയാൾ പറയുന്നത്. ഏതളവിൽ ഏത് ആക്ഷനിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൗരന്മാരെ കാട്ടിക്കൂട്ടാൻ എന്തെങ്കിലും കാണിക്കുന്നതിനപ്പുറം ഗൗരവതരമായ സീരിയസ് ആയ ഒരു അതിക്രമത്തിന് ഒരു അതിക്രിയയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടോ പാകിസ്ഥാൻ? ബൽറാം. ഹഷ്മി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അട്ടത്തുള്ള ഖാൻ പറഞ്ഞതിന് സമാനമായി തന്നെ പല പ്രതികരണങ്ങൾ പാകിസ്ഥാനിലെ നേതാക്കളിൽ നിന്നുണ്ടായിരുന്നു. 2 ദിവസം മുമ്പാണ് പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിറ്റർ 72 മണിക്കൂറിനകം ഇന്ത്യയുടെ ഒരു ആക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. എന്നാൽ ആ ഒരു സമയപരിധിക്കുള്ളിലാണ് ഇന്ത്യ ഇത്തരത്തിൽ ഒരു ആക്രമണം അതീവ വിജയകരമായി 9 കേന്ദ്രങ്ങൾ, ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പൂർണ്ണമായും വിജയകരമായി നടപ്പാക്കി കാണിച്ചത്. അതിൽ യാതൊരു തരത്തിലുള്ള പ്രതിരോധവും നടത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ചിത്രം വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന്റെ ഒരു തുടർ നടപടി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരികെ
പാക് വിമാനങ്ങൾ ഉപയോഗിച്ച ഒരു നടപടി ഉണ്ടാകുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിയ ശേഷമാണ് ഇന്ത്യയുടെ ആക്രമണം അങ്ങോട്ട് ഉണ്ടായത്. ഈ ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാക് അധീന കശ്മീരിലെ 5 ഭീകരവാദ ലോഞ്ച് പാഡുകൾ അതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്നുള്ളത്. ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറി എത്താൻ ഈ ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്ന ഇടം, കശ്മീരിൽ നിന്നും അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തി എത്തുന്ന പ്രാദേശിക ഭീകരർ പരിശീലനം തേടുന്ന ഇടം, ഇത്തരം ഭീകരവാദ സ്കൂളുകളെ ലക്ഷ്യം വെച്ചാണ് നേരത്തെ മിന്നലാക്രമണം നടന്നത്, ബലാക്കോട്ടിലെ വ്യോമാക്രമണവും നടന്നത്. സമാനമായ ആക്രമണമാണ് ഈ പാക് അധീന കശ്മീരിലെ ഈ പഞ്ചാബ് പ്രവിശ്യ ഉൾപ്പെടെ നടന്ന 5 ഇടങ്ങളിൽ നടന്ന ഈ ആക്രമണങ്ങളിലൂടെ ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചത്. മറ്റ് 4 ഇടങ്ങളാകട്ടെ പാകിസ്ഥാൻ ഈ ഇന്ത്യ കാലങ്ങളായി അല്ലെങ്കിൽ ലോകം തന്നെ കാലങ്ങളായി പിടികൂടാൻ കാത്തിരിക്കുന്ന കൊടും കുറ്റവാളികൾ ഹാഫിസ് സയ്യിദ്, മൗലാന മസൂദ് അസർ എന്നീ 2 ഭീകരവാദികൾക്ക് പാകിസ്ഥാൻ ഒരുക്കിയിരിക്കുന്ന സുരക്ഷിത താവളങ്ങൾ, അത് ലക്ഷ്യം വെച്ചാണ് മറ്റ് 4 ആക്രമണങ്ങൾ ഇന്ത്യ നടത്തിയത്. ഈ ഒരു ആക്രമണങ്ങൾ നടത്തും മുമ്പ് തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമായി തന്നെ തയ്യാറാക്കി നിർത്തിയിട്ട് ആണ് ഈ ആക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രത്യാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു തരത്തിലും സാധിക്കാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ, അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഇന്ത്യക്ക് ഉണ്ട്. ഒപ്പം തന്നെ ഇന്ന് പ്രഖ്യാപിച്ച വ്യോമ സേനയുടെ അഭ്യാസ പ്രകടനം, ഇന്ത്യയുടെ ഏറ്റവും ബലിഷ്ഠമായ ആയുധങ്ങൾ, ഒരു നിര ആയുധങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് ഇന്ത്യ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷവും പാകിസ്ഥാനിൽ നിന്ന് അതിര് കടന്ന ഒരു സാഹസം ഉണ്ടാവുകയാണെങ്കിൽ അതിന് മറുപടി നൽകാൻ തയ്യാറാണ് ഈ വ്യോമസേന. രാജസ്ഥാൻ അതിർത്തിയിലും ഇന്ത്യയുടെ നാവികസേനയാകട്ടെ ഗുജറാത്ത് തീരത്തും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പാകിസ്ഥാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഈ പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പരിധിവരെ പാകിസ്ഥാനിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഭരണകൂടത്തിന്റെ ഒരു ആണവായുധം ഉപയോഗിക്കുമെന്ന അടക്കമുള്ള വിരട്ടലുകൾ അവിടുത്തെ എന്താണ് ജനത്തെ തൃപ്തിപ്പെടുത്താനാണ്. ഇന്ത്യ എന്താണ് സിന്ധു നദിയിലൂടെ ഒന്നുകിൽ വെള്ളം ഒഴുകും അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോര ഒഴുകുമെന്നൊക്കെ ബിലാവൽ ഭൂട്ടോ പറയുന്നത്. അത് അവരുടെ പൗരന്മാരെ തൃപ്തിപ്പെടുത്താൻ തന്നെയാണ് എന്ന കാര്യം വ്യക്തവുമാണ്. എന്തായാലും ഇന്ത്യൻ വ്യോമസേന ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ രാത്രി ഇന്ത്യൻ വ്യോമസേനയുടെ അങ്ങേയറ്റത്തെ അപ്രമാദിത്വം, അങ്ങേയറ്റത്തെ മേധാവിത്വം കണ്ട് ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ ആ വ്യോമശക്തിക്ക് മുന്നിൽ, ആ കരസേനാ ശക്തിക്ക് മുന്നിൽ, ആ നാവികസേനാ ശക്തിക്ക് മുന്നിൽ പാകിസ്ഥാന്റെ ഈ പറയുന്ന കളിപ്പാട്ടങ്ങൾ ഒന്നും എവിടെയും എത്തില്ല എന്ന് നന്നായി അറിയാവുന്ന പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടിക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അതിക്രിയക്കോ തയ്യാറാവില്ല എന്ന് തന്നെ വേണം കരുതാൻ. അഥവാ തയ്യാറായാൽ അത് രാജ്യത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാണ്, അന്ത്യത്തിന്റെ തുടക്കമാണ് എന്ന കാര്യം വ്യക്തമാണ്.